السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء محمد مصطفى صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، عباد الله اتقوا الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് നല്ലവരായ മുഅ്മിനീങ്ങളായി മുഅ്മിനാത്തുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അത്തരത്തിൽ ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് സ്വാഭാവികമായും വരേണ്ടിയിരുന്ന ബഹുമാനായ സുഹൃത്ത് വരില്ല എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് നിങ്ങളുമായി കണ്ടുമുട്ടാൻ ഇടയായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് ചേരൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഷറഫുക്ക് നേരത്തെ പറഞ്ഞിരുന്നു സൂറത്തുൽ ഫലക്കാണ് ഇനി എടുക്കാനുള്ളത്, അല്ലേ? ഇവിടുത്തെ രീതി എങ്ങനെ നിനക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ചൊന്ന് ഓതി നോക്കാം, അതിനുശേഷം നമുക്ക് അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇപ്പോൾ ഈ സൂറത്ത് നമുക്ക് ആമുഖമൊന്നുമില്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള, അതുപോലെ മിക്കവാറും നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്താണ്. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്. അതുപോലെ തന്നെ 30 ജുസ് ഉണ്ട്. അതുപോലെ 6236 ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് ഒരു 10-ലധികം തവണ ഓതുന്ന ഒരു സൂറത്താണിത്, സൂറത്ത് അൽ ഫലഖ്. എന്താ ഫലഖ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഫലഖ് പറഞ്ഞാല് പ്രഭാതം എന്നാണ് വാക്ക്. ശരിക്കും അതിന്റെ അർത്ഥം പ്രഭാതം എന്നല്ല, പൊട്ടിപ്പിളരുക, പൊട്ടി വിടരുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ഫലഖ് എന്ന് പറഞ്ഞാല് പ്രഭാതം നമ്മളതിന് സാന്ദർഭിക അർത്ഥം പറയണം, ഒരു സാങ്കേതികമായിട്ട് ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുക എന്ന് മാത്രം. പക്ഷെ അത് നമുക്ക് വിശദീകരിക്കാം. അത് പിന്നെ ഇപ്പോ സാധാരണ നിലക്ക് ഈ സൂറത്തിനൊരു പേരുണ്ട്. ഇതും ഇതിന്റെ കൂടെയുള്ള മറ്റു സൂറത്തുകൾ കൂടിയുള്ള എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സൂറത്തുൻ നാസും അതുപോലെ തന്നെ ഫലഖും കൂടി ഉൾക്കൊള്ളുന്ന സൂറത്തുകൾക്ക് മുഅവ്വിദാത്ത് അല്ലെങ്കിൽ മുഅവ്വിദത്തൈനി എന്ന് പറയും, അല്ലേ? എന്താ മുഅവ്വിദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അഭയം തേടുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. മുഅവ്വിദത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് അഊദു മതി, അഊദു ഞാൻ അഭയം തേടുന്നു, അതിൽ നിന്ന് വന്നാണ് എന്ത് മുഅവ്വിദ്, മുഅവ്വിദത്ത് എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നത്. മുഅവ്വിദത്തൈനി 2 അഭയം തേടുന്ന സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും സൂറത്തു നാസും. മുഅവ്വിദാത്ത് എന്നും പറയും, ഇഖ്ലാസ് അടക്കം ഈ 3 സൂറത്തുകൾ കൂടി ഇങ്ങനെ പേരുകൾ കാണാം. ഇപ്പൊ നമ്മള് സാധാരണ നിലക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം വീതം എന്ത് ചെയ്യണം, ഈ സൂറത്ത് ഓതണം. സൂറത്ത് പിന്നെ ഇഖ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഫലഖ് ഉണ്ട്, നാസ് ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1 പ്രാവശ്യം എന്നും അതുപോലെ 3 പ്രാവശ്യം എന്നൊക്കെ വ്യത്യസ്ത റിവായത്തിൽ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിന് എത്രയായി? 5 3 8 അല്ലെങ്കിൽ 5 1 6 പിന്നെ അതേപോലെ തന്നെ നമ്മള് സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ മിക്കവാറും ചെറിയ സൂറത്തുകളാണ് സാധാരണ ഓതാറുള്ളത് ഫാത്തിഹ കഴിഞ്ഞാല്. അവര് ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യം എന്തായാലും ഒരു ദിവസം പിന്നെ ഇത് ഓതുന്നതാണ്. അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോ
പരമാവധി അതിന്റെ അർത്ഥം, അതിന്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഓതിയുള്ള ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ മുഅ്മിനൂനിലെ 1-2 ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആയത്ത് എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ച വിശ്വാസികൾ? 9ഓളം ഗുണങ്ങൾ ശേഷം പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനം, പരമപ്രധാനം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. നിസ്കരിക്കുന്നവർ നല്ല അല്ലാഹ് പറഞ്ഞത്. അല്ലദീനഹും അവർ, ആര്? വിജയിച്ച വിശ്വാസികൾ, ഫീ സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖാശിഊൻ ഭയഭക്തിയുള്ള ആളുകളാണ്. അവ നിസ്കരിക്കുമ്പോൾ എന്ത് വേണം? ഖുശൂഅ് നിർബന്ധമാണ്. അല്ലാതെ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. വെറുതെ നിസ്കരിക്കൊണ്ട് പിന്നെ അങ്ങനത്തെ നിസ്കാരക്കാരെ കുറിച്ചാണ് സൂറത്തു അൽ മാഊനിൽ അല്ലാഹു പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. ഏത് നിസ്കാരക്കാര്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, സ്വന്തം നിസ്കാരത്തെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല, അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആൾക്കാർ. അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, റിയായിന് വേണ്ടി. ആ 2 നിസ്കാരക്കാർക്കും എന്താ? നാശമാണ്, നരകമാണുള്ളത്. നേരെ മറിച്ച് ആർക്കാ പ്രതിഫലം? ആരാ വിജയിച്ചവര്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പൊ ഈ ഖുശൂ ഉണ്ടാകണമെങ്കിൽ പെട്ടെന്ന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്കൊരു നോട്ടീസ്, കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു. എന്താ നോട്ടീസുള്ളത്? ഇംഗ്ലീഷിലാണ്. നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. നമ്മളെന്ത് ചെയ്യും? അത് നെവർ മൈൻഡ് ആക്കി വിടും, തള്ളിക്കളയും. നമ്മളത് വല്ലാതെ അതിനെ കുറിച്ച് ചിന്തിക്കൂല. നേരെ മറിച്ച് അതിൽ പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലായി വിചാരിച്ചോളൂ. എന്താണ് അതിൽ എഴുതിയുള്ളത്? പിന്നെ 10 ദിവസത്തിനകം നിന്നെ തൂക്കിക്കൊല്ലാൻ വീശിരിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കും. എന്തുകൊണ്ട്? ആ ലെറ്റർ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷപ്പെട്ടു. മറ്റെന്താ പറയാ, നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഇല്ലാതിരിക്കാനുള്ള ഒരു പ്രധാന കാര്യം സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ലല്ലോ. ഏത് ഇപ്പൊ സുന്നത്ത് നിസ്കാരം, അത് നിസ്കാരമാകണമെങ്കിൽ അതിലെന്താണ്? സൂറത്തുൽ ഫാത്തിഹ ഫർളാണ്. സുന്നത്ത് നിസ്കാരം സുന്നത്തേ ഉള്ളൂ. ഇപ്പൊ മഗ്‌രിബിന് ശേഷം നമ്മൾ സുന്നത്ത് നിസ്കാരം സുന്നത്തേ ഉള്ളൂ. പക്ഷെ അത് പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഉമ്മുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ല എന്നാണ്. അപ്പൊ ആ സൂറത്തുൽ ഫാത്തിഹന്റെ, ഇപ്പൊ നിങ്ങളിവിടെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു, നാസ് ഇപ്പൊ ഫലക്കിലേക്ക് എത്തി. അൽഹംദുലില്ലാ, നല്ലൊരു രീതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പരിപൂർണതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചേരട്ടെ. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ, അതിന്റെ അർത്ഥം, അത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു ധാരണ എന്താ വെച്ചത്? പണ്ഡിതന്മാർക്ക് പറഞ്ഞാണെന്നാണ്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആർക്ക് ഇറക്കിയത്? എല്ലാ മനുഷ്യന്മാർക്കുമാണ്. മുഴുവൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മോടുള്ള റബ്ബിന്റെ തേട്ടമാണ്. അല്ലാഹ് പറഞ്ഞു തരാം. ഒറ്റ ആയത്തോടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് തോഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു, പിന്നെ മഈശതൻ ലങ്കാ, ആരെങ്കിലും എന്റെ, അല്ലാഹ് പറയാ, ആരെങ്കിലും എന്റെ ഈ ദിക്റിൽ നിന്ന്, എന്റെ ഉത്ബോധനം അഥവാ അദ്ദിക്റു അൽ ഖുർആൻ, ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും അകന്ന് ജീവിക്കുന്നുവെങ്കിൽ, തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, ഫഇന്ന ലഹു, തീർച്ചയായും അവനുണ്ടായിരിക്കും, മഈശതൻ ലങ്കാ, വളരെ കുടുസായ പ്രയാസകരമായ ജീവിതം. അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സ്വാഭാവികമായി നമ്മൾ വിചാരിക്കേണ്ടാവുന്നത്, ശരി, പിന്നെ ഇവിടെ പിന്നെ തോന്നിയ പോലെ തോന്നിവാസിയായി ജീവിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളാണ്, ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്. അതിന് തൊട്ടടുത്ത ആയത്ത് അല്ലാഹ് പറയണം. ഈ ആയത്തിന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയും, തൊട്ടടുത്ത് അല്ലാഹ് പറയും, വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅ്മ, അന്ധനായിക്കൊണ്ടായിരിക്കും പരലോകത്ത് നാം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി, റബ്ബേ എന്തിനാ നീ എന്നെ ഇങ്ങനെ ഒരുമിച്ച് വിടുക, അഅ്മ, അന്ധനായിട്ട് ഒരുമിച്ച് വിടുന്നത്, വഖദ് കുന്തു ബസീറ, ഞാൻ ആരായിരുന്നു? കാഴ്ചയുള്ളവൻ, കണ്ണ് കാണുന്നവനായത്, പിന്നെ എന്ത് എന്നെങ്ങനെ എഴുന്നേൽപ്പിച്ചത്? അപ്പൊ അല്ലാഹ് പറയും, ഖാല കദാലിക, അങ്ങനെ തന്നെ, ശരിയാണ്, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് നീ എന്നെ മറന്നു. ഇന്ന്
നീ എന്ത് ചെയ്യുന്നു? മറക്കപ്പെടുന്നു. നിന്റെ ഓർക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോ ദുനിയാവിലൊരു പക്ഷേ ശിക്ഷ അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയാലും പരലോകത്ത് അല്ലാഹ് അത്തരം ആളുകൾ എന്തെങ്കിലും വെറുതെ വിടൂല. ആര്? വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകളെ. ഇനി ഒറ്റ കാര്യം കൂടി, ഇത് പറഞ്ഞാൽ പിന്നെ തീരൂല. ഒറ്റ കാര്യം പറയാതെ പിന്നെ ഈ ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണത്. ഇപ്പോ മരണത്തിന് ശേഷം ഖബറിൽ വെച്ച് ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. എത്ര ചോദ്യങ്ങളുള്ളത്? എത്ര ഷർഫ് എത്ര ചോദ്യങ്ങളുണ്ട്? സാധാരണ നമ്മൾ കേൾക്കാറില്ലേ? മൻ റബ്ബുക വമാ ദീനുക, പിന്നെ വമൻ നബിയുക വമാ ഇമാമുക. ഇതൊക്കെ നമ്മൾ സാധാരണ കേട്ടില്ല. ഇതിന്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്. ഏതാണത്? വമാ ഇൽമുക. ഏറ്റവും വലിയ ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച വലിയൊരു ഹദീസ്. അതില് വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 വിഭാഗം ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. ആ ഹദീസ് തുടങ്ങണ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ജനാസ ഖബറടക്കാൻ വേണ്ടി പോയതാ. ചെന്നപ്പോ വലമ്മാ യുൽഹദ്, ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു. തന്റെ വടി അവിടെ നിലത്ത് കുത്തി. ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും കൂടിയിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ വിചാരിക്കുന്നത് അറിയോ? നമ്മളൊക്കെ നാട്ടിലെ ഉസ്താദുമാരോ അല്ലെങ്കിൽ മൗലവിമാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ഈ പണിക്ക് നിൽക്കൂല. നിസ്കാരം കഴിഞ്ഞാൽ വേഗം നമ്മൾ സലാം പറഞ്ഞ് പിരിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനല്ല. തന്റെ സഹോദരന്റെ, തന്റെ സഹചാരിയുടെ, അനുചരന്റെ പിന്നെ ഖബറിലാക്കി പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നുള്ളത്. എന്നിട്ട് ആ ഇരുത്തത്തില് എല്ലാ സ്വഹാബികളും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓലെ തോളിന്ന് വല്ല പിന്നെ പക്ഷി പാറുമെന്ന് പേടിച്ച് എത്രത്തോളം സൂക്ഷ്മമായിട്ടായിരിക്കും അതേപോലെ തന്നെ ഹദീസിലുള്ളത്. എന്താ റസൂൽ പറയാ? ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു വിശ്വാസി മരണപ്പെട്ടാൽ എന്ന് പറയുന്ന ഹദീസ് തുടങ്ങട്ടോ. പിന്നെ മലക്കുൽ മൗത്ത് വരുന്നതും റൂഹിനെ പിടിക്കുന്നതും, പിന്നെ നല്ല മനുഷ്യനാവുമ്പോൾ നല്ല മലക്കുകൾ വന്ന് പിന്നെ കൊണ്ടുപോകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യം പറയണം. ഖബറിലേക്ക് ഇറക്കി വെച്ചു. കുളിപ്പിക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞു. ഖബറിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ പിന്നെ അഹ്ലുണ്ടല്ലോ, ഈ ഖബറാളിയുടെ അഹ്ല്, അവരൊക്കെ തിരിഞ്ഞു പോന്നു. അതിന് ശേഷമുള്ള കാര്യം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഇവന്റെ അടുക്കൽ 2 മലക്കുകൾ ഇവന്റെ അടുക്കൽ വരും. എന്നിട്ട് വയുജ്ലിസാനിഹി, ഇവൻ ഇരുത്തും. ആരെ? ഈ ഖബർ ഇന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തർ ഇരുത്തും. എന്നിട്ട് ചോദിക്കും. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മൻറബുക, നിന്റെ റബ്ബാരെ അതുപോലുള്ള ഈ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. 5ാമത്തെ ചോദ്യം ചോദിക്കും, ഇൽമുക, നിന്റെ അറിവെന്താ, നിന്റെ ഇൽമെന്താ? അപ്പൊ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയണത്, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് വായിച്ചു. എന്നാ ഓതി, ഖറഅതു കിതാബ്, ഞാൻ അള്ളാഹിന്റെ കിതാബ് ഓതി. പിന്നെ പറയുന്നതാണ് വത്തബഅതു, ഞാനത് പിൻപറ്റി. വസദ്ദഖതു, ഞാനത് സത്യപ്പെടുത്തി. എപ്പോഴാ ഖുർആൻ സത്യപ്പെടുത്തൽ? എപ്പോഴാ ഖുർആൻ പിന്നെ പിൻപറ്റുക? ഖുർആൻ പിൻപറ്റണമെങ്കിൽ എന്ത് വേണം? ഈ സംഗതി മനസ്സിലാവണ്ടേ? ഖുർആന് പിൻപറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഖുർആന് അറിയണം, ഇതിന്റെ ആശയം നമുക്ക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ നമുക്ക് അതിന് കഴിയില്ല. എന്നിട്ടോ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നു. ആരാ മുനാദിൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും. എന്താ പറയുന്നത്? അൻ സ്വദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞതിനാൽ. അല്ലാഹ് പറയണേ ആരോട്? താഴത്ത് 2 മലക്കുകൾ വന്നു. ആരാ മലക്കുകള്? മുൻകറും നക്കീറും അലൈഹിസ്സലാം. ആ മലക്കോട് പറയാണ്, പിന്നെ അൻ സ്വദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞതിനാൽ അഫിരിശൂ ലഹുൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിരിപ്പ് അയാൾക്ക് ഇട്ടുകൊടുക്കൂ. മാഷാ അല്ലാഹ്, പോരെ? ഖുർആൻ പഠിച്ചുള്ള ഗുണാണത്. പിന്നെ വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതില് വെട്ടി തുറന്നു കൊടുക്കൂ. ഹദീസ് അതുട്ടോ. ഇത് നമ്മുടെ ആരുടെയെങ്കിലും വാക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഫൂഹു, അപ്പോൾ വമിക്കും, സ്വർഗ്ഗത്തിന്റെ പരിമളം ആ ഖബറിലേക്ക് വമിക്കുമെന്നാണ്. ഇനി ഇതിന് നേരെ വിപരീതം പറയുന്നുണ്ട്. ഒരു സത്യനിഷേധിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാലുള്ള അവസ്ഥയും പറയുന്നുണ്ട്. അവിടെയും ഇതേ ചോദിക്കും,
അപ്പൊ ഓന ഈ ചോദ്യങ്ങളൊക്കെ എന്താ മറുപടി പറയാ? ആഹ് ആഹ് ലാ അതിരി, എനിക്കറിയില്ല, ഞാൻ എന്താ കാട്ടുക എന്ന് പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൻ കദബ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞത്, കളവ് പറഞ്ഞതിനാൽ അഫ്രിശു ലഹു ജഹന്നം, നരകത്തിൽ വിരിപ്പ് അയാൾക്ക് ഇട്ട് കൊടുക്കൂ. വഫ്തഹു ലഹു ബാബിൽ അന്നാർ, നരകത്തിലേക്ക് ഒരു വാതിൽ വെട്ടി തുറന്നു കൊടുക്കൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്നിട്ട് നരകത്തിന്റെ പുകയും വിഷവും അതുപോലെ എല്ലാം ആ ഖബറിലേക്ക് നിറഞ്ഞ് ഇയാൾ ആകെ അട്ടഹസിക്കുന്നതാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. പിന്നെ സൂറത്തുൽ ഫലഖ്, പ്രഭാതം അഥവാ പൊട്ടി വിടരുക എന്നാണ് വാക്കിന്റെ അർത്ഥം. പൊട്ടി വിടരുക. ഫലഖ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഒരു പേരുണ്ട്, എന്താണ്? ഫാലിഖുൽ ഹബ്ബ്. ഫാലിഖ് എന്താണ്? ഫാലിഖ് എന്നാല് ധാന്യം പിളർത്തുന്നവരെന്നാണ് വാക്കിന്റെ അർത്ഥം. ധാന്യങ്ങളെ പിളർത്തുന്ന, ഇപ്പൊ നമ്മള് ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് കുഴിച്ചിടും, അല്ലെങ്കിൽ പിന്നെ തേങ്ങ കുഴിച്ചിടും, ഒരു ധാന്യമാണുള്ളത്. അത് പൊട്ടി പുറത്തേക്ക് വരണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം. അതാണ് ഫാലിഖുൽ ഹബ്ബ്. ധാന്യങ്ങളെ മുളപ്പിക്കുന്ന, ധാന്യങ്ങളെ പിന്നെ പൊളിച്ച് പിന്നെ പുറത്തു കൊണ്ടുവരുന്നവൻ എന്നർത്ഥം. ഇനി ഈ സൂറത്തും എന്താണ്? മുഅവ്വിദാത്തിൽപ്പെട്ടതാണ്, ഇസ്തിആദത്ത് ഉൾക്കൊള്ളുന്ന സൂറത്താണത്. ഖുൽ, എന്താ ഖുൽ എന്ന് പറഞ്ഞാല്? നബിയെ പറയുക. ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ആശയം എന്താണ്? പ്രാർത്ഥിക്കുക എന്നാണ്. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടുത്തെ സാന്ദർഭിക അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക. പറയാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അഊദു, ഞാൻ അഭയം തേടുന്നു, ബി റബ്ബിൽ ഫലഖ്, ആരോട്? ഫലഖിന്റെ, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട്. റബ്ബ് രക്ഷിതാവ്, ഫലഖ് പ്രഭാതം, ബി റബ്ബിൽ ഫലഖ് പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട്. എന്താണ് ഈ പ്രഭാതത്തിന് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ? ലോകത്ത് എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്ന ഒന്നാണെന്ത്? പ്രഭാതം എന്നുള്ളത്. രണ്ട് വിഭാഗം ഒഴികെ. ആരൊക്കെ രണ്ട് വിഭാഗം? ഒന്ന് നമ്മൾ തന്നെ മനുഷ്യന്മാര്, പിന്നൊന്ന് ജിന്ന് വർഗം. ബാക്കിയുള്ള എല്ലാ ഇപ്പൊ നമ്മളെ വീട്ടിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കോഴികൾ ഉണ്ടെങ്കിൽ അവ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെ? അവയുടേതായ തസ്ബീൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടാവും. പശുക്കൾ ഉണ്ടെങ്കിൽ, ആടുകൾ ഉണ്ടെങ്കിൽ, എന്തിനധികം പിന്നെ സുബഹി മുല്ല കേട്ടില്ലേ? അത് വിരിയുന്ന സമയം CCTV ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കോണ്ടി. ആ സുബഹി ബാങ്കിന്റെ കൃത്യ സമയത്തായിരിക്കും അത് വിടരുന്നത്. അതാണ് ഫാലിഖുൽ ഹബ്ബ്, അതാണ് ഫലഖ്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്ന ഒന്നാണെന്ത്? ഫലഖ്, പ്രഭാതം എന്നുള്ളത്. പക്ഷേ നമ്മളോ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാത്ത മനുഷ്യരോ, ഓല് നല്ല ബ്ലാങ്കറ്റ് ഇട്ട് സുഖമായിട്ട് പിന്നെ പോസ്റ്റ് കടന്നുറങ്ങുന്നുണ്ടാവും. പടച്ചോനെ പേടില്ലോ എന്ത് ചെയ്യും? ജമാഅത്തിന് പള്ളിക്ക് എത്തിയിട്ടുണ്ടാവും. പുരുഷന്മാരെ, സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അത് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവിടെ ഖാശിഊൻ എന്നതിന്റെ തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? അത് നമ്മളെവിടെ, ഇപ്പൊ ഞാൻ എന്റെ നിസ്കാരം മാത്രം നേരാക്കിയോണ്ടായില്ല. ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ആ സന്ദേശം കൊടുത്തിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് എന്റെ പിന്നെ മാതാപിതാക്കളോടും എന്റെ ഭാര്യ സന്താനങ്ങളോടെങ്കിലും ഈ ഒരു സന്ദേശം കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? നമ്മൾ മാത്രം പള്ളിക്ക് പോയിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീട്ടിലുള്ള ആളുകളെ വിളിച്ചുകൊടുത്താൽ നോക്ക്. നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, റഹിമല്ലാഹ്, അള്ളാഹു കരുണ ചെയ്യട്ടെ. ആർക്ക്? ഇമ്രഅൻ, ഒരു മനുഷ്യൻ. എങ്ങനത്തെ മനുഷ്യൻ? ആ മനുഷ്യൻ പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചു, രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫൈഖല്ലാഹു, തന്റെ കുടുംബത്തെ, ഭാര്യനെ വിളിച്ചോണ്ടി. പക്ഷെ ഓള് എണീക്കണില്ല. അപ്പൊ എന്ത് ചെയ്തു? ഫറശ അലൈഹാ ബിൽ മാഇ, കുറച്ച് വെള്ളം തട്ടിക്കൊടഞ്ഞോളെ മുഖത്തേക്ക്. അപ്പൊ അവള് എഴുന്നേറ്റ് പിച്ചും പിഴയും പറഞ്ഞു. ഹദീസിലെ വാക്കാതെട്ടോ. അപ്പൊ അവള് പിച്ചും പിഴയും പറഞ്ഞു, എന്നാലും അവൾ എണീറ്റു. എന്നിട്ടോ തഹജ്ജുദ് നിസ്കരിച്ചാൽ അങ്ങനെയുള്ള പുരുഷന്, ഭർത്താവിന് അള്ളാഹു കരുണ ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ അതിന് നേരെ ബാക്കി പറയും, റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യക്ക് അള്ളാഹു റഹ്മത്ത്, കാരുണ്യം, അനുഗ്രഹം ചൊരിയട്ടെ. ഏതാണ് ആ സ്ത്രീ? തന്നെ തഹജ്ജുദ് നിസ്കരിച്ചു,
ഭർത്താവിനെ വിളിച്ചു, മൂപ്പര് എണീക്കണില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം, അയാളുടെ മുഖത്തെ കുറച്ച് വെള്ളം തട്ടിക്കൊടഞ്ഞു. അപ്പൊ അയാൾ പിച്ചുപഴയും പറഞ്ഞു, എഴുന്നേറ്റ് നിസ്കരിച്ചു. എങ്കിൽ ആ സ്ത്രീക്കും ആ ഭാര്യക്ക് അള്ളാഹു എന്ത് ചെയ്യട്ടെ? കരുണ ചെയ്യട്ടെ. എന്താ ഇത് മനസ്സിലായത്? അവിടെ പുരുഷൻ മാത്രല്ല, അല്ലെങ്കിൽ സ്ത്രീ മാത്രല്ല എന്ത് ചെയ്യണത്? നിസ്കരിക്കുന്നത്. തന്റെ കുടുംബത്തെയും എന്ത് ചെയ്യാണ്? തേജസ്കരിപ്പിക്കുകയാണ്. ഇനി കേൾക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? സുമ്മ അയ്ഖളഹു ലഹു എന്നാണ്. റസൂലുള്ളാഹി തേജസ്കരിക്കും. പിന്നെയോ ഏകദേശം സുബയോട് അടുക്കാനാവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? തന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ടും. നമ്മൾ തേജസ്കരിക്കുന്ന ആളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇണകളെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചുണർത്തി. അതുപോലെ ജമാഅത്തിന് പോകുമ്പോ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പിന്നെ മദീന പള്ളിയിൽ ജമാഅത്ത് നിർവഹിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മകനെ കാണാനില്ല. അപ്പൊ മകന്റെ നിക്കാഹ് കഴിഞ്ഞ ദിവസമാണ്, ഇശാ ജമാഅത്താണ്. മകനെ കാണാല്ലേ, നമ്മളാണ് എന്ത് ചെയ്യാ? ഇന്നിപ്പോ ഓലിപ്പോ എങ്ങനെ ഇപ്പൊ ഇന്ന് പള്ളിക്ക് വരുമോ, ജമാഅത്തിന് വരുമോ, ഇന്നിപ്പോ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എന്നിട്ട് നമ്മള് വിടും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത് അറിയാം, മോനെ ഇത് സത്യവിശ്വാസിയുടെ വീടാണ്. ഏത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട് സത്യവിശ്വാസിയുടെ വീടാണ്. ഇവിടെ ആരുണ്ടാകാൻ പാടില്ല? സത്യവിശ്വാസിക്ക് എതിരായവൻ ഉണ്ടാകാൻ പാടില്ല. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിസ്കരിച്ചവൻ വിശ്വാസി അല്ലേ? നിസ്കാരം ഉപേക്ഷിച്ചവനോ? വമൻ തറക്കഹ ഫഖദ് കഫറ എന്നാണ്. അവിടെ സാങ്കേതികമായിട്ട് കാഫിറാകുന്നില്ല നിസ്കരിച്ചില്ലെങ്കിൽ. പക്ഷെ നിസ്കാരത്തെ നിഷേധിച്ചാൽ എന്താവും? കാഫിറാകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിച്ചവൻ ആരാണ്? വിശ്വാസി. അൽ അഹ്ദു അല്ലദീ ബൈനനാ വ ബൈനഹും സ്വലാത്തു. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാർ എന്താണ്? അസ്വല, നിസ്കാരമാണ്. ആരാ? നമ്മൾ വിശ്വാസികൾ, അവരോ കാഫിറുകൾ. വമൻ തറക്കഹ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ, ഏത് നിസ്കാരം? ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചു. അതാണ് ഹദീസ്. ഇത് ആര് ഉൾക്കൊണ്ടു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ടു. നിക്കാഹ് കഴിഞ്ഞ മകൻ രാത്രി പിന്നെ ഇശാ ജമാഅത്തിന് വന്നില്ലാന്ന് കണ്ടപ്പോ ഈ ഹദീസ് അവിടെ പ്രയോഗിച്ചു. മോനോട് പറഞ്ഞു, മോനെ ഇത് വിശ്വാസിയുടെ വീടാട്ടോ, ഈ പരിപാടി ഉണ്ടാകാൻ പാടില്ല, ജമാഅത്തിന് തന്നെ അവിടെ കാണണം. പറയാൻ വയ്ക്കണം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മക്കളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഖുൽ, പ്രവാചകരെ പറയുക അഥവാ പ്രാർത്ഥിക്കുക, അഊദു, ഞാൻ അഭയം തേടുന്നു, ബി റബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട്. റബ്ബ് അള്ളാന്റെ പേരാണ്, അബ്ദുർ റബ്ബ് അല്ലേ? റബ്ബ്. പിന്നെ എന്തിൽ നിന്നാണ് അഭയം തേടാനുള്ളത്? മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി, ഷർറ്. ഷർറ് ഖൈറിന്റെ നേരെ വിപരീതം. എന്തൊക്കെ പിന്നെ ഷർറായുള്ള സംഗതികളുണ്ട്, അതൊക്കെ എന്താണ്? ഷർറ് തന്നെയാണ്, ഇതിൽ യാതൊരു സംശയമില്ല. മിൻ ശർരി മാ ഖലഖ്. ഖലഖ എന്ന് പറയുന്ന അർത്ഥം സൃഷ്ടിച്ചു. ആരവിടെ സൃഷ്ടിച്ചു? സൃഷ്ടാവാരാ? അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഉപദ്രവത്തിൽ എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പോ എന്ത് ഇപ്പൊ മൊബൈല് ഒരു പിന്നെ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് നമുക്ക് കിട്ടിയത്. ഉണ്ടാക്കിയതൊക്കെ ടെക്നോളജിയും അതുപോലുള്ള ആളുകളൊക്കെ തന്നെ. പക്ഷെ ഇതെന്താണ്? ഒരു ഷെറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു പേന ഖൈറായതോടൊപ്പം തന്നെ ഷെറാണ്. നാവ് ഖൈറായതോടൊപ്പം തന്നെ എന്താണ്? ഷെറും കൂടിയാണത്. അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനൊക്കെ നന്മയുടെയും തിന്മയുടെയും വശങ്ങളുണ്ട്. ആ തിന്മയുടെ എല്ലാ വശങ്ങളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ഞാൻ അഭയം തേടുന്നു, റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. കാരണം എന്താ അറിയോ? ആ റബ്ബിനാണ് അതിന് കഴിയുക. അതുണ്ടാക്കിയ ഷെറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ. വേറെ ആൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? യാ ഗുലാം, മോനെ, പിന്നെ ഇനി വല്ലിമുഖ കലിമാത്തിൽ, കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എപ്പോഴാ പറഞ്ഞത്? ഈ കുട്ടിനെയും കൊണ്ട് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം ഇരിക്കാണ് കുട്ടി. അപ്പോഴാ പറഞ്ഞു കൊടുക്കുന്നത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിക്കുക, അല്ലാഹ് എന്നെ സൂക്ഷിക്കും.
പിന്നെ ഇതാ സഅൽത ഫസ്അലില്ല, നീ വല്ലതും ചോദിക്കണമെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹ് എനിക്ക് തരും. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ വല്ല സഹായം തേടണേ പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹിനോട് തേടിക്കോ, അള്ളാഹ് എനിക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെല്ലാവരും നിനക്കൊരു ഖൈറിന് വേണ്ടി ഒരുമിച്ച് കൂടി, പക്ഷെ അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നിനക്ക് കിട്ടൂല. അവര് നിനക്കത് തരാൻ കഴിയില്ല. ഇനി ജനങ്ങളെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറായി, പക്ഷെ അള്ളാഹു നിന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ ലം യദുറൂക, അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പോ ഖൈറ് തരാനും ഷെറ് തരാനും ഒക്കെ കഴിവുള്ളവൻ ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ എല്ലാത്തിൻ്റെ ഷെറിൽ നിന്ന് കാത്തു രക്ഷിക്കുവാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം, നമ്മുടെ അഖീദ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കണം, ശരിയാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നർത്ഥം. കാരണം അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെയാണ് എന്ത്? ഇപ്പോ മദ്യം അല്ലേ? മദ്യം ഇവിടെ സാധനം ഉണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, അതിൽ എന്തുണ്ട്? മദ്യത്തിലും ചൂതാട്ടത്തിലും ഇസ്മ പാപമുണ്ട്, അതുപോലെ നഫ്ഉണ്ട്, ഉപകാരമുണ്ട്. പക്ഷെ ആ നഫ്ഇനേക്കാൾ കൂടുതൽ എന്തായാലും ഉള്ളത് ഉപദ്രവം. എന്താ നഫ് എന്താ ഉള്ളത്? കുറച്ചേരം ദുഃഖം മറക്കും, കുറച്ചേരം. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അതിനത് കിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെന്തായി? വീണ്ടും പഴയ ദുഃഖം ഇരട്ടിക്കുക ചെയ്യണത്. ചൂതാട്ടം നടത്തിയാലോ ചിലപ്പോ ഒരു ആശ്വാസം ഉണ്ട്, ചിലപ്പോ പിന്നെ ഈ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടിയെന്ന് വരും. പക്ഷെ അതിനേക്കാളും വലിയ ഷെറാ വരും. കാരണം ഷെറ എന്താ? ഒരുപാട് ആൾക്കാരെ പൈസയാണ് ഓല ശാപുണ്ട്. ഓലക്കാരാണ് മദ്ലൂമീങ്ങളാണ്, ആക്രമിക്കപ്പെട്ട ആൾക്കാർ. ഓല പ്രാർത്ഥന ഉണ്ടാവില്ലേ? കഷ്ടക്കാരൻ എനിക്ക് കിട്ടിയില്ലോ എന്നുള്ള, പിന്നെ കിട്ടുവാൻ എന്ത് ബർക്കത്തായിട്ടുണ്ടാവുക? അതന്നെയാണ് എന്ത്? ഈ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് അതിലുള്ളത് അള്ളാഹ് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? ഖൈറും ഉണ്ട്, ഷെറും ഉണ്ട്. ഇപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ പ്രാർത്ഥന ഉണ്ടല്ലോ, പുതിയ വസ്ത്രം ധരിക്കുമ്പോ അല്ലേ? റബ്ബേ നിന്നോട് ഞാൻ ഖൈറമാ സുനിഅ, എന്തിനാണോ ഇത് ഉണ്ടാക്കപ്പെട്ടത് അതിന്റെ ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നതാണ്. അതുപോലെ അതിന്റെ ഷെറിനെ പിന്നെ നിന്നിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നാണ്. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ പോലും, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചത് അതാണ്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിന്റെ ഷെറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്. അത് വലിയൊരു ആശയമാണ്, വലിയൊരു തത്വമാണ് അത്. ഏത് വസ്തുക്കളാണെങ്കിലും ഇപ്പൊ നമ്മുടെ സന്താനങ്ങൾ എന്താണ്? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്നാണ് ഖുർആൻ പറഞ്ഞത് അല്ലേ? ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു അസറ്റ് എന്താണ്? നമ്മളെ മക്കൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ മക്കള് നമുക്ക് പരീക്ഷയായി മാറുന്നുണ്ട്, നമ്മുടെ ശത്രുക്കളായി മാറുന്നുണ്ട്. ഖുർആൻ പറയാണ് അതെന്തുകൊണ്ടാണ്? അതിന്റെ ആ മക്കളുടെ ഖൈർ അല്ല അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പിന്നെ ഷർറല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുർറത അയിൻ, കൺകുളിർമ. അത് കിട്ടാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ തേടണം. അതിനെന്ത് വേണം? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, റബ്ബേ നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ, റബ്ബേ ഞാൻ 1-ാം നമ്പർ മുത്തഖി ആയിക്കോളാം, എന്നെ 1-ാം നമ്പർ മുത്തഖി ആക്കണേ, എന്റെ മക്കളെയും അതേപോലെ ആക്കണേ, എന്റെ ഇണകളെയും അങ്ങനെ ആക്കണേ, എന്റെ കുടുംബക്കാരെയൊക്കെ അങ്ങനെ ആക്കണേ എന്നാണ് നമ്മൾ ചിന്തിക്കാൻ. പിന്നെന്താ? നന്നാകാൻ വേറെടുക്കലും പോണോ? പക്ഷെ അത് ചിന്തിക്കൂല മനുഷ്യന്മാര്. അപ്പോ ഈ മക്കൾ എന്തായി തീരുന്നുണ്ട്? ഈ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ട ഗതികേട് മനുഷ്യന്മാർക്ക് വരുന്നുണ്ട്. പലതരത്തില് നല്ല മക്കളായിട്ടാണ് വളരുക. ചെറുപ്പത്തിലൊക്കെ നമ്മളെക്കാളും ഉത്സാഹം ഉണ്ടാവും അവർക്ക്. ഈ പിന്നെ ഇതുപോലെ പ്രോഗ്രാം സംഘടിപ്പിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും അത് അടിച്ചിതാക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും. പെട്ടെന്നായിരിക്കും ഒരു ടേണിംഗ് പോയിന്റ്, ഒരു തിരിച്ചില്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അനുഭവം എന്ന് പറഞ്ഞാല് പിന്നെ ഒരുപാട് ഈ പിന്നെ സ്കൂളിലും അതുപോലെ മദ്രസയിലും ഒക്കെ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില രക്ഷിതാക്കൾ പറഞ്ഞ് കേട്ടുള്ള ചില അനുഭവങ്ങളാണ്. ഓനൊരു കുഴപ്പമുണ്ടായില്ല, അങ്ങനെ തന്നെ പറയാം. ഓനൊരു 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് വരെ വേണ്ട, ഡിഗ്രി വരെ ഒരു കുഴപ്പമില്ല. PG കാർഡ് ചേർത്തപ്പോൾ പോയി കാര്യം ഇത് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഓള കാര്യം ഇത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാല് അതൊരു നിസ്സാര, നമ്മളൊന്നും ജനിച്ച് വളർന്നൊരു കാലഘട്ടം അല്ലെന്ന്. നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് തിക്കും പൊക്കും നോക്കേണ്ട ഒരു ഗതികേട് അന്ന്.
അല്ലേ? ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പോസ്റ്റർ, ഒരു സിനിമ പോസ്റ്റർ കണ്ട നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ. നമ്മൾ നോക്കണത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കി. ഇന്നിപ്പോ അതിന്റെ വല്ല ആവശ്യം ഇവർക്കുണ്ടോ? എല്ലാ വേണ്ടാത്തരങ്ങളും അവനവന്റെ മൊബൈലിലേക്ക്, അവനവന്റെ ലാപ്ടോപ്പിലേക്ക്, ടാബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ള സംഗതികളൊക്കെ, എല്ലാ വേണ്ടാത്തരങ്ങളും. അപ്പൊ അതിന്നൊക്കെ നമ്മുടെ മക്കള് മാറണമെങ്കിൽ ആദ്യം മാറണം രക്ഷിതാക്കളെ നമ്മൾ മാതൃകയാവണം. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകള് സംശയിച്ച പിന്നെ എനിക്ക് എന്ത് വിലയുള്ള ജീവിതത്തിൽ ഈ ലോകത്ത് എനിക്ക് എന്ത് വാല്യൂ ഉള്ളത്? ഞാൻ പറഞ്ഞതിന്റെ മാനക്ക് മനസ്സിലായിട്ടാവുമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ മക്കൾ സംശയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പെന്നെയാണോ എന്ന് സംശയിച്ചു കഴിഞ്ഞ പിന്നെ അതിനേക്കാളും ഒരു മോശത്തിൽ എന്താ ഉള്ളത്? ഇനി ചില ആളുകളുടെയൊക്കെ ചില അവസ്ഥകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ചാറ്റിങ്ങുകളും പിന്നെ അതുപോലുള്ള ചില പിന്നെ അവിഹിതമായ ഇടപെടലുകളും ബന്ധപ്പെടലുകളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാല് നല്ല മുത്തഖിയായ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, തെറ്റുകൂടാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ. അതാണ് ലുഖ്മാൻ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മോനെ മടിയിലിരുത്തി വിളിച്ചു പറഞ്ഞത് ഉപദേശം എന്താ പറഞ്ഞ? മോനെ, ഇൻതകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകിന്റെ അത്ര മോനെ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ ഇത് ചെയ്തു വെച്ചാലും അതെന്ത് ചെയ്യും? അത് എന്നിട്ടൊരു പിന്നെ പാറയിടുക്കൽ കൊണ്ടുപോയി വെച്ചു, എന്നാലും അത് അല്ലാഹ് കൊണ്ടുവരും. അവിടെ എന്റെ കുട്ടി നല്ലോണം അള്ളാനെ പേടിച്ച് ജീവിക്കണ്ടോ എന്ന് ആര് പറയാണ്? ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാം തന്റെ കുഞ്ഞുമകനെ, യാ ബുനയ്യ. എപ്പോഴാ നമ്മളൊക്കെ മക്കളെ ബുനയ്യ എന്ന് വിളിക്കുക? ബുനയ്യ കുഞ്ഞുമോനെന്നാ വാക്കിന്റെ അർത്ഥം. എപ്പോഴാ വിളിക്കുക? ആ ചെറിയ പ്രായത്തില്, ഒരു പിന്നെ 6 അല്ലെങ്കിൽ 8, 10, 10 താഴെ പ്രായത്തിലാണ് വലിയ വാത്സല്യം, ലാളിത്യം നമ്മുടെ കുട്ടിയോടെ നമുക്ക് ഉണ്ടാവുക. ആ സമയത്ത് കുട്ടിക്ക് ആ സതുപദേശം കൊടുക്കുന്നത്. ഏത് സതുപദേശം? തൗഹീദിന്റെ ബാലപാഠം കൊടുക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അപ്പളാ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ ലാപ്പ് ഉപയോഗിക്കുമ്പോ മകൻ എന്ത് ചെയ്യും? പിന്നെ ഒരു 150 രൂപ ചെലവായാലും വേണ്ടില്ല, ബ്ലോക്ക് ചെയ്ത് വെക്കും. പരസ്യങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് വെക്കും. മാസത്തിൽ 150 രൂപ കൊടുത്തോട്ടെ, എന്നാലും വേണ്ടില്ല, ബ്ലോക്ക് ചെയ്തൂടെ നമുക്ക്. ഇനി ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും ഓന്റേക്ക് വേണ്ടാത്ത പരസ്യം കടന്നുകൂടെ ഓനേക്ക് നോക്കൂല. കാരണം എന്താ? ഓന്റെ മനസ്സിൽ തൗഹീദ് ഉറച്ചു. പിന്നെ ആ തൗഹീദ് അടിയുറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും പിന്നെ ഓനിൽ എന്തുണ്ടാവില്ല, ഒരു തിന്മ ഉണ്ടാവില്ല. അത് ആണാവട്ടെ പെണ്ണാവട്ടെ മക്കൾ. നേരെ മറിച്ച് ഈ തൗഹീദ് ഉറച്ചില്ലെങ്കിൽ, ഇപ്പൊ ലുഖ്മാൻ ഹക്കീം അലൈഹി സ്വലാം കൊടുത്ത പോലെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ സതുപദേശം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നമ്മളെ മക്കളെ കുറിച്ചൊക്കെ നല്ല പ്രതീക്ഷകൾ ഉണ്ടാവും. പിന്നെ ഓന് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ ഓന്റെ കല്യാണം റെഡിയാക്കണം. അല്ലെങ്കിൽ മകള് പിന്നെ ഓള് പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യമൊക്കെ ഒരു പ്രായം പക്വതയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കണം, അല്ലെ? എന്തൊക്കെ പ്രതീക്ഷകളെ നമുക്ക് ഉണ്ടാവുക ഒരു രക്ഷിതാവുള്ള നിലക്ക്. പക്ഷെ അതൊക്കെ തച്ചുടക്കുന്ന രൂപത്തിൽ ഈ മക്കള് വളരുമ്പോ എവിടെയാണ് പഴിച്ചിട്ടുള്ളത്? ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, അടിസ്ഥാനപരമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ മാത്രം പോയാൽ പോരാ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമുഅ ഖുതുബ കേൾക്കാൻ, നമ്മൾ മാത്രം പോയാൽ പോരാ ഓരോ വഖത്ത് ജമാഅത്ത് നിസ്കാരത്തിന്, നമ്മൾ മാത്രം പോയാൽ പോരാ ഇതുപോലെ ഖുർആൻ ക്ലാസ്സിന്. ഓരോ നല്ല പ്രവൃത്തികൾ നടക്കുമ്പോൾ, ഓരോ സൽക്കർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മളെ കൂടെ കയ്യും പിടിച്ച് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം. കഴിയുന്നിടത്തോളം. അല്ലാഹ് അങ്ങനെ തന്നെ പറയണം, ഇത്തഖുല്ലാഹ മസ്തതഅതു എന്ന് പറയണം. അല്ലാതെ കഴിയുടെ അപ്പുറം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരാളുടെയും കഴിവിന്റെ അപ്പുറം അല്ലാഹ് നിർബന്ധിക്കണില്ല. നമ്മളെ കൊണ്ട് വയ്ക്കാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മേലിൽ അടിച്ചേൽപ്പിക്കണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒന്ന് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് സുബഹിക്ക് ജമാഅത്ത് നമ്മുടെ മക്കളെ വിളിച്ചുണർത്തുന്ന വാപ്പയോ ഉമ്മയോ ഒക്കെ ആണെങ്കിൽ ഉള്ള ഗുണം എന്താ അറിയോ? ഇന്ന് നമ്മൾ വിളിച്ചോണർത്തി, നാളെ ഒരു പക്ഷെ നമ്മൾ വിളിച്ചോണർത്താലേ നമ്മൾ മരിച്ചുപോയി വിചാരിച്ചു. സുബഹി ബാങ്ക് കേൾക്കുമ്പോ ഈ കുട്ടി വിചാരിക്കും എന്ത്, ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ വിചാരിക്കും
പടച്ചോനെ ഇന്നലെ എൻ്റെ അമ്മയാണ് വിളിച്ചോണ്ടിയത്, എൻ്റെ അപ്പയാണ് ഇന്നലെ എന്നെ വിളിച്ചോണ്ടിയത്. റബ്ബേ ഇന്ന് അയാൾ അല്ലെങ്കിൽ ഇന്ന് അവര് ഹയാത്തിലില്ല, അല്ലാഹു മഗ്ഫിർ റബ്ബേ അയാൾക്ക് നീ പുറത്തു കൊടുക്കും, എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ഈ കുട്ടി എന്ത് ചെയ്യും? ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനത്തെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ കൂടുതലൊന്നും ദുനിയാവൊന്നും വല്ലാതെ നമ്മൾ ആഗ്രഹിക്കരുത്. മക്കളുടെ ബാങ്ക് ബാലൻസോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എന്താണ്? ഖുർറത്ത് അയ്യുൻ തന്നെയാണ്, കൺകുളിർമ തന്നെയാണ്. അതിനെന്ത് വേണം? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും, ഒറ്റ പ്രാവശ്യമെങ്കിലും നമ്മൾ അവർക്ക് ഇത്തരത്തിലുള്ള സതുപദേശങ്ങൾ കൊടുത്താൽ, മഹാനായ ലുഖ്മാൻ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത പോലെ സതുപദേശം കൊടുത്താൽ അതിന്റെ ഒരു ഫലം അവരിലുണ്ട്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവരാലോചിക്കും അല്ലെങ്കിൽ ഭയപ്പെടും, പേടിക്കും. ഒരു സംശയം വേണ്ട. അതാണ് ഖുർആന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്, എന്നിട്ടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട് ഖുർആൻ കേട്ടപ്പോ. എപ്പോ? ഒരു സ്ത്രീ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു. അദ്ദേഹം അന്ന് രണ്ടാം ഖലീഫയാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉമറേ എനിക്ക് വസ്ത്രം വേണമെന്ന്. കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് വസ്ത്രം വേണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അരികിൽ വന്നിട്ട് ഒരാള്, ഒരു പ്രജ നമ്മളതിൽ നിന്നിട്ട് ഒരു സാധു മനുഷ്യൻ നിന്നിട്ട് പറയണം എനിക്ക് ഡ്രസ്സ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ സൗകര്യം വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലൊരു സംഗതി പിന്നെയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ചെന്നിട്ട് ഉമർ ഫാറൂഖ് അള്ളാഹു പറഞ്ഞാല് ഒരു തമാശ എന്നുള്ളവർക്ക് പറഞ്ഞത് തന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു. എന്താണ് തന്നില്ലെങ്കിലോ എന്ന്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എന്താ പറഞ്ഞവര്? സൂറത്ത് ജിന്നിലൊരു ആയത്ത്. എന്താണ് ആയത്ത്? വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹത്വബാ. വഅമ്മൽ ഖാസിതൂൻ, അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ. എന്താണ് വഅമ്മൽ ഖാസിതൂന? അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ. അത് ഭരണാധികാരി ആയാലും വേണ്ടില്ല, അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ ഫകാനൂ ലിജഹന്നമ ഹത്വബാ, അവരാരാ? നരകത്തിന്റെ വിറക് കൊള്ളികളാകുന്നു. നഊദു ബില്ലാഹ്. ഈ ആയത്താണ് കേട്ടപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് അള്ളാഹു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ വർത്താനം കേട്ടിട്ടല്ല ഞാൻ കരഞ്ഞത്, അള്ളാഹിന്റെ കലാമ് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. അള്ളാഹുവിന്റെ കലാമ് കേട്ട് ഞാൻ ഒരു തമാശനെ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു അനീതി എങ്ങാനും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാകും? ഫകാനൂ ലിജഹന്നമ ഹത്വബാ, നരകത്തിന് വിറകാകുമായിരുന്നില്ലേ. അന്നത്തെ ആ ദിവസത്തെ, ആ പരലോകത്തെ, ആ നരകത്തെ ഓർത്തുകൊണ്ടാ ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞത്. അതാണ് ഖുർആൻ കേട്ട് കഴിഞ്ഞാല് ഏത് വലിയ ആളുകളും എന്ത് ചെയ്യും? കരയും. ഒരു സംശയം വേണ്ട. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാ? സതുപദേശം കൊടുക്കുക. ബാങ്ക് ശരിക്കും കേൾക്കുമോ? അങ്ങോട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. മിൻ ശർരി മാ ഖലഖ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് പോയത്. അള്ളാഹു സൃഷ്ടിച്ചതിന്റെ, അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്നാണ്, ഷെറിൽ നിന്നാണ് അള്ളാഹിനോട് തേടേണ്ടത്. ഒരുപാട് കാര്യങ്ങള് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ എന്നാണ്. ഈ ദുനിയാവിലുള്ള മുഴുവൻ സൃഷ്ടികളും ആർക്ക് വേണ്ടിയുള്ളതാണ്? അള്ളാഹ് മനുഷ്യന്മാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ആ സൃഷ്ടിച്ച് വെച്ചവയിൽ എന്തുണ്ട്? ഖൈറും ഉണ്ട്, ഷെറും ഉണ്ട്. ഇപ്പൊ നമ്മളിട്ട ഡ്രസ്സ് വരെ അതിന്റെ ഷെറ് എന്താ? ഷെറ് നമ്മളറിയാത്ത പലതരത്തിലുള്ള ഷെറുകളുണ്ട്. ഇപ്പൊ ചില വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവാം. അത് അതിന്റെ ഒരു ഷെറിന്, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ചിലപ്പോ ഈ വസ്ത്രം കൊണ്ട് ചിലപ്പോ എവിടെയെങ്കിലും കുരുങ്ങി ചിലപ്പോ ജീവൻ പോകാൻ കാരണമാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്തൊക്കെ ഓരോന്നിന്റെ ഷെറ് എന്തൊക്കെയുള്ളത് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന്റെ കെടുതിയിൽ നിന്ന്, അതിന്റെ ഉപദ്രവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവല് തേടുകയാണ്. അപ്പോ ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരണം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള
പിന്നെ ഷെറുകള്. ഇപ്പോ പിന്നെ മുന്തിരി നമ്മളെല്ലാവരും വാങ്ങി കഴിക്കുന്ന ആളുകളാണ് അല്ലെ. മുന്തിരി ജ്യൂസ് കുടിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അതുപോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയണം മുന്തിരി. പക്ഷെ ഈ മുന്തിരി ജ്യൂസ് തന്നെ അടിച്ചു വെച്ച് കുറച്ച് നിശ്ചയ സമയം കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറും? അത് ലഹരിയായി മാറും. ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എത്രയോ കേന്ദ്രങ്ങളുണ്ട്, ചില കൂൾബാറുകളുണ്ട്, എന്ത് മുന്തിരി സ്പെഷ്യലായിട്ട് വെക്കുന്ന കടകള്. കാരണം എന്താ അറിയോ? അതിക്ക് എന്തെങ്കിലുമൊക്കെ ആഡിങ്സ് ഉണ്ടാവുകയില്ല, എന്തെങ്കിലുമൊക്കെ ചേർക്കും. ഇല്ലെങ്കിൽ അത് അവര് കൃത്യമായ അളവിൽ പുളിപ്പിച്ചിട്ട് പച്ചക്ക് പറഞ്ഞാൽ എന്താണ് ലഹരി ആക്കിയിട്ട് അവര് കൊടുക്കുന്നത്. എന്നിട്ട് അത് യൂട്യൂബിൽ മറ്റൊക്കെ എന്ത് ചെയ്യും, ഇതാകും. അത് വാങ്ങാനായിട്ട് ആളെത്തും, ഒരു സംശയമില്ല. കാരണം അത്രക്കും നല്ല പിന്നെ എന്താണ് ഹലാലായ കിക്കാണോ കിട്ടണത്. ഹലാലാണോ അത്? ഹലാലാവോ? എങ്ങനെ ഹലാലാവണത്? കാരണം മുന്തിരി ഹലാലാണ്, സംശയമൊന്നുമില്ല. മുന്തിരിന്റെ ജ്യൂസും ഹലാലാണ്, അസീറും എന്താണ് അനുവദനീയാണ്. പക്ഷെ അതിന്റെ നിശ്ചയ സമയം കഴിഞ്ഞാൽ എന്തിനാ ഹറാം തന്നെയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ് ആര് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ കള്ള് എന്ന് പറഞ്ഞ ഖംറ് മാത്രല്ല പറഞ്ഞത്, കുല്ലു മുസ്കിരി എന്നാ പറഞ്ഞത് അല്ലേ. സുക്കർ ഉണ്ടാക്കണ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അത് എന്താവട്ടെ. അപ്പൊ അതിന്റെയൊക്കെ കെടുതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിന് തേടണം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മള് വീട്ടിൽ പായസം ഉണ്ടാക്കും അല്ലേ. പായസം ഉണ്ടാക്കുമ്പോ ശർക്കര ഉപയോഗിക്കും, അതേപോലെ തന്നെ പാലും ഉപയോഗിക്കും. അതിന്റെ നിശ്ചിത അളവ്, അതിന്റെ പിന്നെ ഈ ക്വാണ്ടിറ്റി കൂടെ കുറെ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലും ലഹരി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിണ്ടോ? ഉണ്ട്, ശർക്കര ലഹരിയാണ്, മധുരം ലഹരിയാണ്, അതിന്റെ ഒരു അളവ് കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് അഡ്വാൻസ് ആയിട്ട് റബ്ബിനോട് എന്ത് ചെയ്യണം? അതിന്റെയൊക്കെ കെടുതിന്ന് റബ്ബിനോട് കാവല്. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിന്റെ ശരിയായ അളവിലല്ലെങ്കിൽ ഗുണമല്ല ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? ദോശ ഉണ്ടാവുള്ളൂ. ഇപ്പോ നമ്മൾ വാങ്ങണ മാംസം മുഴുവൻ നമ്മൾ അറുത്തു കൊടുത്തതാ. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നു, ഒരു വിശ്വാസത്തിന് മുകളിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നു. പലപ്പോഴും കേൾക്കാറുണ്ട് ചത്ത കോയിനാണ് പലയിടത്തും കൊടുക്കാറുള്ളതെന്നൊക്കെ. അതിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അല്ലെ. ചത്ത കോഴികളെ വേസ്റ്റിലേക്ക് തട്ടുന്ന കോഴികളെ മാത്രം ചെയ്യണത്. നിഷേധിക്കൊന്നും വേണ്ട, ഉണ്ട്. അപ്പൊ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഷർറുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. ആ ഷർറ് എന്താന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞെന്നെ പ്രാർത്ഥിക്കണം. പിന്നെ അടുത്ത ആയത്തിലേക്ക് വരാം. അപ്പോ ഖുൽ, പ്രവാചകരെ പറയുക അഥവാ പ്രാർത്ഥിക്കുക, അഊദു, ഞാൻ അഭയം തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനോട്, പുലരിയുടെ രക്ഷിതാവിനോട്, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ, ഉപദ്രവത്തിൽ നിന്ന്, ഷർറിൽ നിന്ന്. പിന്നെ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി, ഉപദ്രവത്തിൽ നിന്ന്. ഗാസിഖ്, എന്താ ഗാസിഖ് എന്ന് പറഞ്ഞാല്? ഗാസിഖ് എന്ന് പറഞ്ഞാല് ഇരുള്, രാത്രിക്കാണെന്ന് പറയാ. ഗാസിഖ് എന്ന് പറയാം മൂടുക, ഇരുള്, രാത്രി ഉണ്ടാവുക, രാത്രിയുടെ കെടുതിയിൽ. ഇദാ വഖബ്, എപ്പോ? അത് പിന്നെ ഇരുളടയുമ്പോൾ, രാത്രി കനത്ത് വരുമ്പോ. എന്താ രാത്രി എത്ര പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ രാത്രി നിങ്ങൾ എന്ത് ചെയ്യരുത്? പുറത്തേക്ക് വിടരുത്. എന്താ കാരണം? ഷർറുണ്ട്, രാത്രിയിൽ ഷർറുണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ രാത്രി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല. നമ്മളും പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശാഇന് ശേഷം. എന്താ അശാ എന്ന് പറഞ്ഞാല്? അശാ, രാത്രി ഭക്ഷണം, ഇശാഇന് ശേഷം ഭക്ഷണം, അതിനാണ് അശാ എന്ന് പറയുന്നത്. അശാഇന് ശേഷം പിന്നെ സംസാരം പാടില്ല എന്നാണ്. ആവശ്യമില്ലാത്ത സംസാരത്തിനൊന്നും പിന്നെ ഇടം കൊടുക്കാൻ പാടില്ല. പിന്നെ വേഗം എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. രാത്രിക്ക് പല തരത്തിലുള്ള ഷെറുകളും ഉണ്ട്. അത് നമ്മള് രാത്രിയൊക്കെ പാതിരാക്കൊക്കെ നമ്മളൊക്കെ ചിലപ്പോ വിശ്വസിച്ച്, പിന്നെ വളരെയധികം വിശ്വസിക്കുന്ന ചില ആളുകളുടെയൊക്കെ പിന്നെ വൈകൃതങ്ങൾ കാണണമെങ്കിൽ ചില രാത്രികൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. നമ്മളങ്ങനെ കാണാതിരിക്കട്ടെ. ഞാൻ പലപ്പോഴും രാത്രിയൊക്കെ ആ സമയത്ത് നമ്മുടെ നാട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാ പോലെ, പഠിച്ചോനെ വേണ്ടാത്തൊന്നും കണ്ണിൽ കാണിച്ചു തരല്ലേ എന്ന്.
കാരണം എന്താ അറിയോ, പല ആളുകളും മദ്യപാനത്തിന് തിരഞ്ഞെടുക്കുന്ന സമയം എപ്പോഴാണ്? രാത്രിയാണ്. അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയം എപ്പോഴാണ്? രാത്രിയാണ്. ഒരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് എന്താണ്? രാത്രിയുടെ ഉപദ്രവം ഉണ്ട്. രാത്രി ഇരുട്ട് മൂടിക്കഴിഞ്ഞാല് വ്യത്യസ്തങ്ങളായ ഉപദ്രവം ഉണ്ട്. ഇതൊക്കെ നമ്മളെ കണ്ണിൽ കാണണം കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ രണ്ടും എന്താണ്? അസാൻമാർഗിക പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ കണ്ണിൽ കാണണം. ഈ കണ്ണിൽ കാണാത്ത, അതാ നേരത്തെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? രാത്രി നേരത്ത് പുറത്തേക്ക് വിടരുത്. കാരണം എന്താണ്? നമ്മളെ കണ്ണോട് കാണാത്ത ചില ഉപദ്രവങ്ങൾ രാത്രി വരാണ്ട്. പിശാചിന്റെ ഉപദ്രവമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? അള്ളാഹുവിനോട് നമ്മള് കാവലിന്, അതിനുള്ള മരുന്ന് അതാണ്. അല്ലാതെ എന്തെങ്കിലും ഊതിക്കെട്ടലല്ല ഉള്ള മരുന്ന്, അല്ലെങ്കിൽ പിന്നെന്താണ് മുളക് അടുപ്പിൽ കൊണ്ടുപോയിടലല്ല ഉള്ള മരുന്ന്. അതിനുള്ള മരുന്ന് എന്താണ്? അതിനുള്ള മരുന്ന് മുഅവ്വിദത്ത്. മുഅവ്വിദത്ത് ഇനി ഓതുന്നെ. ഈ സൂറത്തും ഇതിന് ശേഷമുള്ള സൂറത്തും ഓതനയില്ല പിന്നെ മരുന്നുള്ളൂ, പരിഹാരമുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നുള്ളത്. അമാനി മൗലവി റഹിമത്തുള്ളാഹിയുടെ തഫ്സീർ, ഈ രണ്ട് സൂറത്തിലെ തഫ്സീർ മലയാളത്തിൽ ശരിക്കും നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ എന്താ അറിയോ, സൗകര്യപൂർവ്വം നമ്മളെ ആളുകൾ തന്നെ അത് മറക്കുക ചെയ്യണത്. അതിപ്പോ അന്നിപ്പോ അമാനി മൗലവി അങ്ങനെയൊക്കെ പറഞ്ഞേക്കൊണ്ട് വിചാരിച്ചിട്ട് ഇന്നത്തെ ഒരു ആധുനിക കാലത്തിൽ അതൊക്കെ ഉണ്ടാവുമോ എന്നാണ് ചിന്തിക്കുന്നത്. അല്ല, അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനില് അത് ഇറങ്ങിയ അന്ന് എന്താണോ പറഞ്ഞത്, ലോകാവസാനം വരും അത് അങ്ങനെ തന്നെയാണ്. ഇനി യാതൊരു സംശയമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലാഹ് പറഞ്ഞത്. അള്ളയാണ് ഇത് ഇറക്കിയത്. അള്ളനെ അതിനെ ലോകാവസാനം വരെ സംരക്ഷിക്കും. അത് അന്ന് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ, എന്തൊരാശയമാണോ സഹാബാക്കൾ ഇന്ന് ഉൾക്കൊണ്ടത്, താബിഈകൾ ഉൾക്കൊണ്ടത്, താബിഈകൾ ഉൾക്കൊണ്ടത്, ആ ആശയം തന്നെയാണ് ലോകാവസാനം വരെയുള്ള ആളുകൾ ഉൾക്കൊള്ളേണ്ടത്. അത് തഫ്സീറുകളിലൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നുണ്ട്. രാത്രിയില് പിശാചിന്റെ ഉപദ്രവം കൂടും. അപ്പൊ അതുകൊണ്ട് വല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. മാത്രല്ല ഈ സൂറത്ത് പാരായണം ചെയ്യണം, അള്ളാഹിനോട് കാവലിനെ തേടണം. എന്തിനാണ് നമ്മള് വിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഇസ്തിആഅത്തിലുള്ളത്? അല്ലേ? സൂറത്തു നഹ്ലിലാണെന്ന് തോന്നുന്നു. ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താ അർത്ഥം? നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യുക, അഭയം തേടുക. ആരിൽ നിന്ന്? റജീമായ ആട്ടി ഓടിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്. കാരണം എന്താ അറിയോ, മൊബൈലിൽ നോക്കിയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഭയങ്കര ഹാപ്പിയാണ് നമ്മള്, അല്ലേ? ഒരു പ്രയാസം. പക്ഷെ ഖുർആൻ എടുത്ത് ഓതായിരുന്നാലോ പിശാചിന് പേരും ഒരു എന്തിനപ്പ ചിത്രം അടങ്ങാറ ഓതുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അടുത്ത ആയത്താ തന്നെ വരുന്നത്, അല്ലേ? തിരിപ്പിച്ചല് അല്ല, കഴിഞ്ഞ സൂറത്തില് ഖന്നാസും അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് ഉസ്താദ് ഇവിടെ വിശേഷിച്ചിട്ടുണ്ടാവും. നമ്മളെ തിരിപ്പിക്കും ആര്? പിശാച് വന്നിട്ട്. എന്നാ മൊബൈൽ എടുത്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് കയറിയാലോ? ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോ 13, 14, 15, 12 ദിവസമായി റിസൾട്ട് ഉണ്ട്, അല്ലേ? എത്ര വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഒരു മോശം എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ചില ഇതൊക്കെ നമ്മൾ കേൾക്കണം, കാണണം, അറിയൊക്കെ ചെയ്യണം, ഒക്കെ സംശയമില്ല. പക്ഷേ ഇതേപോലെ എത്ര പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ബഹുമാനരായ പണ്ഡിതന്മാരുടെ നല്ല നല്ല ദർസുകള്, ക്ലാസ്സുകള്, ഖുതുബകളും മറ്റൊക്കെ നമ്മളെ മൊബൈൽ യൂട്യൂബിലുണ്ട്. ഇപ്പൊ ഇതന്നെ യൂട്യൂബ് ആണോ? അതെ. നമ്മൾ എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. ഞാൻ എന്നോടാ പറയണ്ടോ, നിങ്ങളോട് ആരോടും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ഇതില് വ്യക്തിപരമായിട്ട് അറിയുള്ളൂ. നിങ്ങളോടല്ലേ പറഞ്ഞത്, എന്നോട് തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മള് പിന്നെ ഈ ഷർറുകൾ എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യാം? കാവലിനെ തേടുക. അതിനാണ് ഈ സൂറത്ത്. അതാണ് ഇസ്തിആദത്ത്, അതാണ് മുഅവ്വിദത്ത്. പിന്നെ ഒന്നുകൂടി നോക്കുക, മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. ഗാസിഖ്, ഇരുട്ടിന്റെ ഉപദ്രവം.
ഇതാ വഖബ് ഇരുൾ മൂടിയാൽ, ഇരുട്ട് കട്ട പിടിച്ചാൽ. അപ്പൊ ഇരുട്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഉപദ്രവകാരികളുണ്ട്. അതിന്റെ ഒക്കെ ഷെറിൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് കാവലിനെ തേടുക. അത് നമ്മൾ കണ്ണോട് കാണുന്നതുണ്ട്, കാണാത്തതുണ്ട്. കാണാത്തതാണ് വിചാരിച്ചാൽ നമ്മള് പിന്നെ ഇസ്ലാത്തിൽ നിന്ന് വിട്ടുപോകൊന്നും വേണ്ട. നമുക്ക് ചൊല്ലാം. വിശുദ്ധ ഖുർആൻ ഓതായിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് പിശാചിനെ നമ്മൾ കണ്ടിട്ടല്ല ഓതുന്നത്, കാണാതെ തന്നെയാണ് ഓതുന്നത്, അല്ലേ? എന്തുകൊണ്ട്? അള്ളാഹു ഖുർആനിൽ അത് ഓതാൻ കൽപ്പിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചുകൊണ്ട്. പിന്നെ ഒന്നുകൂടി, വമിൻ ശർരി ഉപദ്രവത്തിൽ നിന്ന്, ഗാസിഖിൻ ഇരുട്ടിന്റെ, ഇദാ വഖബ് ഇരുൾ മൂടിയാൽ. വഖബ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മൂടി, കട്ട പിടിച്ചു എന്നൊക്കെയാണ് വാക്കിനർത്ഥം വഖബ എന്ന് പറഞ്ഞാല്. പിന്നെ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, വമിൻ ശർരി നഫാസാത്ത്. നഫസ എന്ന് പറഞ്ഞ അർത്ഥം നഫസ ഊദനീനാണെന്ന് പറയാ, നഫസ എന്ന് പറയാം, നഫസ ഊതി, നഫസ. നഫാസാത്ത് നഫാസത്ത് അതിന്റെ ബഹുവചനാണെന്ത്? നഫാസാത്ത്. ഊതുന്ന സ്ത്രീകൾ എന്നാണ് വാക്കിനർത്ഥം. ഊതുന്ന സ്ത്രീകൾ. ഏതാണ് ഈ ഊതുന്ന സ്ത്രീകള്? എന്തിലാണ് ഊതുന്നത്? ഫിൽ ഉഖദ്. ഉഖദ് കെട്ടുകള്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ. ഏതാണ് ഈ കെട്ട്? അത് പലതരത്തിലുള്ള കെട്ടുകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ചില കെട്ടുകൾ, പിന്നെ ഉറുക്കും മാരണവും അതേപോലെ തന്നെ സിഹിറും, അതുപോലെ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഛിദ്രത ഉണ്ടാക്കുന്ന പിന്നെ ചില ആളുകളുണ്ട് സമൂഹത്തില്. അത് ആ കാലഘട്ടം മുതൽ ഇന്നോളം അത് തുടർന്ന് വരികയാണ്. അത് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ആർക്ക് വേണ്ടിയാണ്? അത് ഇറങ്ങിയ കാലഘട്ടം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് എത്ര നമുക്ക് നിസ്സാരമായി തോന്നിയാലും അത് എന്നും എന്താണ്? പത്തര മാറ്റുള്ള സംഗതിയാണത്. ഖുർആനെതിരെ ഇഷ്ടംപോലെ വിമർശകർ ഇറങ്ങിയിട്ടല്ലോ പോലെ. യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കിയാൽ നമുക്ക് ചിലപ്പോ അതാവും ശരി, ഇതാവും ശരി, ആകെ കൺഫ്യൂഷനാണ്. ഇസ്ലാമിനോട് വിമർശിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഇത്ര ഹരമുള്ള ഒരു പണി വേറെ ഒന്നുമില്ല ആൾക്കാർക്ക്. അതും ആര്? എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അല്ലെ, മുസ്ലിം നാമധാരികളായ ആള്. അപ്പൊ കുറച്ചും കൂടി റേറ്റ് കൂടും അവർക്ക്. ഒരു മുസ്ലിം ആണല്ലോ പറഞ്ഞിട്ട് ചിലപ്പോ വലിയ താടിയൊക്കെ ഉണ്ടാവും അല്ലെ, വലിയ താടി ഉണ്ടാവും, ചിലപ്പോ മിമ്പർമ ഖുതുബ പറയുന്ന ആളാവാം. എന്നിട്ട് പിന്നെ ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി കൂടി ഇസ്ലാമിനെതിരെ, വിശുദ്ധ ഖുർആനെതിരെ സംസാരിക്കുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ എന്താ? ഷർറാണ്. ആ ഷെറിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടണം, റബ്ബിനോട് നമ്മൾ കാവലിനെ തേടണം. ഇസ്ലാം വിമർശകര് പിന്നെ ഈ ഖുർആന്റെ അന്യൂനത മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ഉദാഹരണം സാന്ദർഭികമായിട്ട് പറയാം. പിന്നെ ഇപ്പോ ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തില് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സലാസത്ത് ഖുറൂ. കേട്ടുണ്ടോ അല്ലേ? പിന്നെ ഇദ്ദ പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? ഒരാളെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ 3 ഖുറൂ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഖുറൂ എന്ന് പറഞ്ഞാല് ദ്വയാർത്ഥമുള്ള വാക്കാണ്. ശുദ്ധി എന്ന് അതിന് അർത്ഥമുണ്ട്, അശുദ്ധി എന്ന് അതിന് അർത്ഥമുണ്ട്. അപ്പൊ 3 ഖുറൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യണം? അവളുടെ 3 ശുദ്ധിയുടെ ചക്രം പൂർത്തിയാകുന്നത് വരെ അവൾ കാത്തിരിക്കണം. എന്തിന്? വേറെ നിക്കാഹ് കഴിക്കാൻ. അല്ലെങ്കിൽ അവളുടെ 3 അശുദ്ധി പൂർത്തിയാകണ വരെ, എന്ന് പറഞ്ഞാല് ഹൈദ് ഉണ്ടാവണ വരെ അവൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്തിനത് സംഗതി വെച്ചതെന്ന് അറിയോ? എന്തിനാണ്? അതിലൊരു യുക്തി ഉണ്ട്. പിന്നെ അമേരിക്കക്കാരനായ ഒരു ശാസ്ത്രജ്ഞന്, അയാളുടെ പേര് റോബർട്ട് എന്നാണ്. അയാള് ഒരു ജൂതനായിരുന്നു, ഭ്രൂണശാസ്ത്രജ്ഞനായിരുന്നു അയാള്. റോബർട്ട് എന്നാണ് അയാളുടെ പേര്. ഒരു 10-15 വർഷമായി പിന്നെ ഇത് പത്രത്തിൽ വായിച്ചിട്ട്. ഈ സംഭവം ഇപ്പോഴും ഇതിലൊക്കെ നോക്കി, നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും. ഇയാൾ ഇതിനെ കുറിച്ച് പഠനം നടത്തി. എന്താ ഖുർആൻ എങ്ങനെ പറയുക? ഭ്രൂണശാസ്ത്രജ്ഞനാണ്, ജൂതനാണ്, ഇസ്ലാമിക വിമർശകനാണ്, വിരോധിയാണ് ഈ മനുഷ്യൻ. ഇയാൾ ഇതിനെ കുറിച്ച് പഠിച്ചു. ഭ്രൂണശാസ്ത്രജ്ഞനാണല്ലോ, അപ്പൊ കുറച്ചുകൂടി എന്തുണ്ടാവും? തലയിൽ ഉണ്ടാവും അയാൾക്ക്. അയാളെ കുറിച്ച് പഠിച്ചിട്ട് അയാൾ കണ്ടെത്തിയ സത്യം എന്താ അറിയോ? ഞെട്ടിക്കുന്ന സത്യമാണ്. അയാൾ പറയാണ്, ഒന്നാമത്തെ ശുദ്ധി പൂർത്തിയാകുമ്പോ എന്ന് പറഞ്ഞാല് ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ
അവളുടെ ശരീരത്തിൽ നിന്ന് 33% മുൻ ഭർത്താവിന്റെ ലൈംഗിക കണങ്ങൾ എന്ത് ചെയ്യാണ്? പുറന്തള്ളപ്പെടുന്നതാണ്. ആദ്യത്തെ ഈ രക്തശുദ്ധീകരണത്തിലൂടെ, ഹൈലിലൂടെ. രണ്ടാമത്തെ കുറവും കൂടി പൂർത്തിയാകുന്നതിലൂടെ 66% എന്ത് ചെയ്യാണ്? ഇവളുടെ ശരീരത്തിൽ നിന്ന് മുൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവളെ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ ലൈംഗിക കണങ്ങൾ എന്ത് ചെയ്യാണ്? പുറന്തള്ളപ്പെടുന്നത് രക്തത്തിന്റെ കൂടെ. മാഷാ അല്ലാഹ്. മൂന്നാമത്തെ കുറൂടി പൂർത്തിയാവുന്നതോട് 100% ഇവളുടെ ശരീരത്തിൽ എന്ത് ചെയ്യാണ്? മുൻ ഭർത്താവിന്റെ ഭ്രൂണ കണങ്ങൾ എല്ലാം. പിന്നെ ഒന്നും അവിടെ ഇല്ല എന്നാണ്. പിന്നെ ഒന്നും അവിടെ ഇല്ല. മാഷാ അല്ലാഹ്. ഈ മനുഷ്യൻ, ഈ റോബർട്ട് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇത് കണ്ട് ഇയാൾ ആകെ വിറച്ചു പോയി എന്നാണ്. ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു. നോക്കിയാള് ഇസ്ലാം വിമർശകരായ, വിശുദ്ധ ഖുർആന്റെ വിമർശകരായ ആളുകൾ കാണാതെ പോകുന്ന ഇങ്ങനത്തെ ചില സത്യങ്ങളുണ്ട്. ഇത് നമ്മൾ ആരും ചെയ്യൂല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ആളുകളോ അതല്ലെങ്കിൽ ഇതിനൊന്നും വലിയ പബ്ലിസിറ്റി കിട്ടൂല. നേരെ മറിച്ച് ഒരു മുസ്ലിം നാമധാരി ഓനെ തൊപ്പി മാറ്റി വെച്ച് അല്ലെങ്കിൽ താടി പഠിച്ച് ഓന് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിന് ഭയങ്കര റൈറ്റിംഗ് ആണ് നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദീനിനെ വിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ കൃത്യമായി നമ്മൾ പഠിക്കണം. നമുക്ക് കിട്ടുന്ന അവസരമാണിത്. ഇപ്പൊ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു ക്ലാസ്, ഈ ഒരു അൽ ഹിക്മ എന്നല്ല ഇതിന്റെ പേര് അല്ലെ, ഈ അൽ ഹിക്മ സെന്റർ അല്ലെ, മർക്കസ് ദഅവ അൽ ഹിക്മ, ഈ ഒരു സെന്റർ, ഇത് ഒരു ഹിക്മ തന്നെ ആയിരിക്കണം, ഒരു വിജ്ഞാന കേന്ദ്രം തന്നെ ആയിരിക്കണം. എല്ലാ നിലക്കുള്ള വിശുദ്ധ ഖുർആനും ഹദീസും അതിന്റെ ദുറൂസുകളും അതിന്റെ ഉലൂമുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമായി തീരണം. ഇതിനാരാണോ തുടക്കം ഇട്ടത്, ഇവിടുത്തെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന് തുടക്കമുള്ളത്. എത്ര കാലം നിലനിൽക്കുന്നുവോ, ഇതിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തുന്നുവോ, അത്രയും കാലം ഇതിന് തുടക്കട്ട ആളുകൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ഒരു ചെറിയ നിസ്സാരമായ സ്ഥലം. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും വരുന്നത് പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മക്കളെ, കുടുംബക്കാരെ ഒരാളിലേക്കെങ്കിലും ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടി ചെയ്യാം, ശ്രമിക്കുക. ഈ ഒരു ഇവിടെ നടക്കുന്ന ക്ലാസ്, ഇവിടെ നടക്കുന്ന ദഅവ പ്രവർത്തനങ്ങൾ അല്ലെ, മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇതിന്റെ ഇങ്ങേയറ്റം പടിഞ്ഞാറെ അറ്റത്ത് വസിക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ ദൗത്യം, നമുക്ക് നമ്മുടെ ഓരോ പ്രദേശത്ത് നമ്മൾ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. അല്ലാഹ് പറയാണ് നമുക്കൊക്കെ ഓരോ ദൗത്യമുണ്ട്. റബ്ബിനെ ആരാധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്നെ റബ്ബിന്റെ ദീന്, റബ്ബിന്റെ മതം, റബ്ബിന്റെ സന്ദേശം വിശുദ്ധ ഖുർആൻ, റബ്ബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എന്ത് ചെയ്യണം? ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതെങ്ങനെയെന്ന് പറയാം? ഇന്നിപ്പോ ഒരു പണിയിൽ ഒരു പ്രയാസവും ഇല്ല ഇന്ന് പറയാൻ. എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മുടെ കൈകീഴിലുണ്ട്. അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ക്ലാസ് നടക്കുന്നതിന്റെ ഒരു സന്ദേശം മറ്റൊരാൾക്ക് അയക്കാനെങ്കിലും ഒരു പ്രയാസം വെക്കില്ലെന്ന്. അതിലുപരി നമ്മൾ കേൾക്കുന്ന കാര്യം, നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ആ നിരക്കൊക്കെ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇതൊരു മുതൽക്കൂട്ടാണ്, ഒരു മുതൽക്കൂട്ടാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമാറാകട്ടെ. അപ്പോ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, ശരണം തേടുന്നു. ഇത് ഏതാണ് ഈ കെട്ടുകള്? അത് മുഫസ്സിരീങ്ങള് വ്യത്യസ്ത രൂപത്തിൽ പറയുന്നുണ്ട്. സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവിടെ സ്ത്രീകൾ എന്നുള്ളത് ഒരു അടയാളം മാത്രം കേട്ടോ. അത് പുരുഷനാകാം, സ്ത്രീയുമാകാം. പക്ഷെ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന, കുടുംബത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചില സ്ത്രീകൾ അന്നുണ്ടായിരുന്നു. അതെന്താണ്? അതൊരു ഷർറാണത്, അതൊരു ഉപദ്രവമാണ്. ഇന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഒരു മര്യാദക്ക് നല്ലയിലേക്ക് പോകുന്ന ഒരു കുടുംബത്താ എന്താ പോലെ ഉണ്ടാവും ഇത്ര വലിയ സ്നേഹം, കൂടുതലൊന്നും പറയുന്നില്ല. എവിടേക്കപ്പോ രണ്ടാളും പോയിരുന്നു എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഇന്നലെ ഞാൻ അവിടെ കണ്ടല്ലോ, ഈ രണ്ടാൾ പോണ നേരത്ത്, നല്ല ഭാര്യയും ഭർത്താവും പോണ നേരത്ത് ഇന്നലെ ഞാൻ അവിടെ കണ്ടല്ലോ എന്ന് പറഞ്ഞ മറ്റവന്റെ മനസ്സിൽ എന്തായത്? അതൊരു ഒരു എക്കച്ചക്ക ഉണ്ടാക്കലായത്.
അപ്പൊ അതൊക്കെ എന്താണ്? ഷർറാണത്. അപ്പൊ അത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന്, ഇവിടെ തൊട്ട് മുമ്പത്തെ സൂറത്തിൽ പഠിച്ചില്ലേ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അല്ലേ? ആരാണ് ഈ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ജിന്നുകളിലുണ്ട്, വന്നാസ് നാസുകളിലുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതന്നെ മേലെ പറഞ്ഞ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളത്. അത് ഉറപ്പാണ്, അതുണ്ട്. ആ ആളുകളുടെ, ആ സ്ത്രീകളുടെ ഉപദ്രവത്തിൽ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അല്ലാതെ സ്ത്രീകളെ മോശമാക്കി പറഞ്ഞല്ല. സ്ത്രീകളെ ഇസ്ലാം വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. മറ്റേതൊരു മതവും ബഹുമാനിച്ചതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചാരെയാണ്? സ്ത്രീകളാണ്. സൂറത്തു തഹരീമില് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മാതൃകയായിട്ട് കാണിച്ചത് ആരെയാണ്? ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത നൂഹ്, ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലേ? ഫിർഔന്റെ ഭാര്യ ഒന്ന്. പിന്നെയോ വ മറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി, ഇമ്രാന്റെ മകളായ മറിയം. ഈ രണ്ട് സ്ത്രീകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മാതൃകയായിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പുരുഷന്റെ പേര് പറഞ്ഞില്ല. ഒരൊറ്റ പുരുഷന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മാതൃകയായിട്ട് പറഞ്ഞിട്ടില്ല. ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഉപമ വിവരിച്ചിരിക്കുന്നു. ആരെ? ഇമ്രഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ. ആരാണ് ഫിർഔന്റെ ഭാര്യ? ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അല്ലേ? എന്താണ് ആസിയ ബീവി ചെയ്തത്? ഇമ്രഅത ഫിർഔൻ, പിന്നെ അവരെ പിന്നെ ഫിർഔൻ ഉപദ്രവിക്കുകയാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്. എന്താ പ്രാർത്ഥിക്കുന്നത്? പിന്നെ അല്ലാഹുവേ, എനിക്ക് നീ പിന്നെ സ്വർഗത്തിലൊരു ഭവനം തരയണമേ. അല്ലേ? സൂറത്ത് തഹരീമിൽ പിന്നെ വളറബല്ലാഹു മസലൽ ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബി ബിനിലി, റബ്ബേ എനിക്ക് നീ തരയണമേ, ഉണ്ടാക്കി തരയണമേ, ഇൻദക നിന്റെ അടുക്കൽ, ബൈതൻ ഒരു വീട്, ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ, വനജ്ജിനി മിൻ ഫിർഔന, ഫിർഔനിൽ നീ എന്നെ കാത്തുരക്ഷിക്കണമേ, വഅമലി അവന്റെ ഉപദ്രവത്തിൽ നിന്നും, അവന്റെ അമല് പ്രവൃത്തിയിൽ നിന്ന്, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ആളുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അവർ പ്രാർത്ഥിച്ചു. അതാണ് സത്യവിശ്വാസികളുടെ ഉപമ. കുറച്ച് അടങ്ങാറൊക്കെ ഉണ്ടാവുന്നില്ല ജീവിക്കുമ്പോ. അപ്പൊ അവരെന്ത് ചെയ്യണം? ആസിയ ബീവിനെ കണ്ടുപിടിക്കണം. ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും വിശ്വാസിനികൾക്കും മാതൃകയായി അള്ളാഹു പഠിപ്പിച്ചെന്ന ആരെയാണ്? ആസിയ ബീവിയെയും അതുപോലെ തൊട്ടടുത്ത ആയത്തിൽ മറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, പിന്നെ മറിയം ബീവിയാണ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയായിട്ട് കാണിച്ചു തന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. ആ പ്രാധാന്യം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാതെ പിന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങളെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്, അല്ലെ ഇത് അവരതാ സ്ത്രീകളതാ കറുത്ത പിന്നെ പർദ്ദക്കുള്ളിലാക്കിയെന്ന് പറഞ്ഞിങ്ങനെ ഒച്ചയും വിളിട്ട് നടന്നുകൊണ്ടായില്ല. ഇസ്ലാം പറയുന്ന പോലെ സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകിയ, സംരക്ഷണം നൽകിയ ഒരു മതം വേറല്ല. എങ്ങനെ അറിയോ? ഇപ്പൊ നമ്മക്കൊക്കെ ഫർള് ഐനാണ് എന്ത്? നമ്മളെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കല് ഫർള് ഐനാണ്. എൻ്റെ വ്യക്തിബാധ്യത എൻ്റെ ഭാര്യക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ പെൺമകൾക്ക്, അതുപോലെ എൻ്റെ സഹോദരിക്ക്, ഓരോന്നും സംരക്ഷകരായിട്ട് ആരുമില്ല. ഈ 4 ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കലിന്റെ എൻ്റെ മേലില് ഞാൻ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഫർള് ഐനാ. നേരെ മറിച്ച് എൻ്റെ ഭാര്യക്ക് ജോലി ഉണ്ട്, കച്ചവടം അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ട്, എന്നാൽ പോലും ഓൾ എനിക്ക് തരല് നിർബന്ധമല്ല. ഉണ്ടോ? ഇല്ല. കുട്ടികളെ നോക്കല് വരെ ഓൾക്ക് എന്തല്ല? നിർബന്ധമല്ല. അത് ആർക്കാണുള്ളത്? പുരുഷന്റെ മേൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്ത് നിസായില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാരാരാണ്? സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാവുന്നു. എന്തുകൊണ്ട്? ബിമാ അൻഫഖൂ, അവർ ചെലവഴിക്കുന്നത് കൊണ്ട്. ആർക്ക്? ഈ സ്ത്രീകൾക്ക് ചെലവഴിക്കൽ ആരുടെ ബാധ്യതയാണ്? പുരുഷന്റെ ബാധ്യതയാകുന്നു. ഒരിക്കലും എന്തല്ല, ഒരു ജോലിയുള്ള അല്ലെങ്കിൽ പണമുള്ള സ്ത്രീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവളുടെ ഭർത്താവിനെ തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല.
അത് അവൾ തന്നെങ്കിൽ ആയി, അത് അവൾക്ക് സുന്നത്താണ്, ഐച്ഛികം, അയാൾ കൂലിയൊക്കെ കിട്ടും. പക്ഷെ പുരുഷൻ അങ്ങനല്ല, തെണ്ടിച്ചുണ്ടാക്കി കൊടുക്കണം, അത് നിർബന്ധമാണ്. അത് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു മതം വേറെ ഏതാണുള്ളത്? ഒരു മതവും ഇല്ല. അപ്പൊ അത് വിശുദ്ധ ഖുർആനിലൂടെയാണ് അള്ളാഹു പഠിപ്പിച്ചിരുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ സ്ത്രീകളുടെ മഹത്വം, ഇസ്ലാമിന്റെ മഹത്വം, വിശുദ്ധ ഖുർആന്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി ഖുർആനിൽ നിന്ന് ഉൾക്കൊള്ളുക. പിന്നെ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പ്രവാചകരെ പറയുക. പിന്നെ അവസാനത്തെ അഞ്ചാമത്തെ എന്താ ഹസദ് എന്ന് പറഞ്ഞാല്? ഹസദുൻ അസൂയ. ഹാസിദ് എന്ന് പറഞ്ഞാലോ അതിന് ഇസ്മു ഫായിലാണ്. എന്താണ്? അസൂയക്കാരൻ, അസൂയ വെക്കുന്ന ആള്. അസൂയക്കാരന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഷർറ് ഉപദ്രവം, മിൻ ഷർറ് ഉപദ്രവത്തിൽ നിന്ന്, ഹാസിദിൻ അസൂയക്കാരന്റെ. എപ്പോ? ഇതാ ഹസദ്, അവൻ അസൂയ വെച്ചാൽ, അസൂയ പുലർത്തിയാൽ. അതെന്താ? അതും പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോ, അത്യാവശ്യം ഒരു ചേലും ചുരുക്കലൊക്കെ നടക്കുമ്പോ ഒരാൾ എപ്പോഴും അസൂയപ്പെടുകയാണെങ്കിൽ അതൊരു ഷർറാണ്. ആ ഷർറിൽ നിന്ന് എന്ത് ചെയ്യണം? അതിന്റെ പിന്നെ ഷെറിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെത്താണ്, നേരെ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആ അസൂയന്റെ ദോഷം നമുക്ക് വരാം, സംഭവിക്കാം. എന്താണത്? അള്ളാഹു ആയാലും നമുക്ക് പറയാൻ പറ്റൂല. എന്താണ് പറ്റിയെന്നല്ല നമുക്ക് പറയാൻ പറ്റൂല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തരണം. ഒന്ന് അസൂയ നമ്മൾ വെക്കാൻ പാടില്ല. അത് പറയാം. ഞങ്ങളെ അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആർക്കാണ്? ഇരിക്കാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റെ അസൂയനെ രക്ഷപ്പെടാൻ അള്ളാഹിനോട് കാവലിനെ തേടണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിരുന്നത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോൾ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടും. കാരണം ജീവിതത്തിൽ പലതരത്തിലുള്ള പിന്നെ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, പലതരത്തിലുള്ള സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട, അസൂയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നമ്മളെ കാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. വേറെ ഒരു ശക്തിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വേറെ ഒരു ശക്തിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നല്ലൊരു വാഹനം വാങ്ങി നമ്മൾ ഇങ്ങനെ പോവുകയാണ് വിചാരിച്ചോളൂ. നല്ലൊരു വാഹനം വാങ്ങി, അപ്പൊ വേറൊരുത്തും അസൂയപ്പെട്ടു, ഓന്റെ ഒരു വാഹനം, ഓന്റെ വാഹനം അത് നശിപ്പിക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചൂടെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അസൂയക്കാർ എന്തൊക്കെ പറയാത്തത്, എന്തൊക്കെ പ്രാർത്ഥിക്കാത്തത്. അപ്പൊ അവന്റെ ഷെറിൽ നിന്ന് എന്ത് ചെയ്യണം? ഇവൻ ആരോടാണോ പ്രാർത്ഥിക്കുക ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? ആ പ്രാർത്ഥന ഉൾപ്പെട്ടു. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരം നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതാൻ പറഞ്ഞത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതി ശരീരത്തിൽ ഊതാൻ പറഞ്ഞത്. അതുപോലെ പിന്നെ ഈ പൈശാചിക ഉപദ്രവങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതി ഊതാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊന്നും ദൂരത്ത് എവിടെയും പോണ്ട. നമ്മുടെയൊക്കെ കയ്യിലുള്ള വീട്ടിലുള്ള അമാനി മൗലവി റഹ്മദയുടെ തഫ്സീർ വായിച്ചാൽ മതി. ഈ സൂറത്തിന്റെയും ഇതിന്റെ മുമ്പ് അവസാനത്തിലുള്ള സൂറത്ത് നാസിന്റെ ഒക്കെ തഫ്സീർ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ എന്താ അറിയോ? ഇതൊക്കെ എതിർക്കുന്ന, നിഷേധിക്കുന്ന ആളുകൾ അവരെന്താ വിചാരിക്കുന്നത്? ഞങ്ങളൊരു പുരോഗമനവാദികളാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നിടത്താണ് എന്ത് പറ്റിയുള്ളത്? ദോഷം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പകരം നമ്മൾ പുരോഗമനൊന്നും ആകേണ്ട ആവശ്യം. നമ്മൾ ആരാണ്? വിശുദ്ധ ഖുർആന്റെ ആളുകളാണ്, നമ്മൾ ഖുർആൻ പിൻപറ്റുന്ന ആളുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിബാഅ ചെയ്യുന്ന ആളുകളാണ് എന്ന വിശ്വാസത്തോടു കൂടി വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക. അതിനുള്ള മരുന്ന് അത് മാത്രമേ ഉള്ളൂ. വേറെ ആരും നമ്മൾ ചീത്ത പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഓരെ തിരുത്തി കൊടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊക്കെ സംഗതികൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്തേ വേണ്ടുള്ളൂ? വിശുദ്ധ ഖുർആൻ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ അതനുസരിച്ച് ജീവിക്കുക, നമ്മൾ അതിൻ്റെ ഒരു ദഅവത്ത് ആളുകളിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ അല്ലാഹ് ഏറ്റു. ഇന്ന ഇലൈനാ ഇയാബഹും വ ഇന്ന അലൈനാ ഹിസാബഹും അലല്ലാഹ്. മതി, അല്ലാഹ് ഏറ്റു. അത് നമ്മൾ ആരും ചെയ്യാൻ നിൽക്കണ്ട. എല്ലാവരും, എല്ലാ മനുഷ്യന്മാരും വായടിച്ച് കാണുന്ന നമുക്കിവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് എന്തേ കഴിയുള്ളൂ? നമ്മളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ.
അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ പിന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാ, ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാകുന്നു. ആ ഖൈർ എനിക്കും നിങ്ങൾക്കും ലഭിക്കണോ, ഈ രണ്ടാലൊരു കാര്യം നമ്മൾ ചെയ്യാം. ഒന്നുകിൽ ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുക. മൂന്നാമത്തെ കാര്യമില്ല. അതാരാണ്? അത് പിശാചിന്റെ അനുയായികളാണ്. മൂന്നാമത്തെ കാര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഖുർആൻ വിമർശിക്കുക, അല്ലെങ്കിൽ ഖുർആനിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറയാം. നമ്മൾ ആരാണ്? ഒന്നുകിൽ മുത്തഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന, അല്ലെങ്കിലോ ഔ മുഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ. ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ആ രൂപത്തിലേക്ക് ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വരിക. ഇൻഷാ അല്ലാഹ് അതിലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ നിങ്ങളൊക്കെ പിന്നെ കാണാൻ കഴിഞ്ഞ ഇവിടെ ഒരു സെന്റർ ഉണ്ടെന്ന് അറിയായിരുന്നു. കാരണം പുതുതായിട്ട് തുടങ്ങിയ ഒരു സെന്റർ ഉണ്ടെന്ന് അറിയാം. ഇന്ന് വിളിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഏതായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു അന്തരീക്ഷം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇരുന്ന് ക്ലാസ് കേൾക്കാനും, അതുപോലെ ബോർഡ് നേരത്തെ പിന്നെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോഴാണ് കണ്ടത്. ഉണ്ടെങ്കിൽ പിന്നെ അർത്ഥങ്ങളൊക്കെ വാക്കർത്ഥങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതായിരുന്നു. കഴിയുമെങ്കിൽ എന്റെ നസിഹത്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. കഴിയുന്നതും ഈ ഇപ്പൊ രണ്ടാമത്തെ സൂറത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ സൂറത്താണ് ഇപ്പൊ ഉള്ളത്. ഒരു ചെറിയ ഒരു നോട്ട് പാഡ് 10 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന നോട്ട് പാഡ് വാങ്ങില്ലെങ്കിൽ വേണ്ട, മൊബൈൽ ഉണ്ടാവും, നോട്ട് പാഡ് ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോർഡും എഴുതുന്ന ആയത്തുകളുടെ വാക്കുകൾ, പിന്നെ പദങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫലക്ക്, ഫലക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? പൊട്ടിപ്പിളരുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. പിന്നെ സാന്ദർഭിക അർത്ഥമാണ് എന്ത്? പുലരി, പ്രഭാതം എന്നുള്ളത്. ആ രണ്ടർത്ഥങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെ അതേപോലെ ഓരോന്നും ഇവിടെ ബോർഡും എഴുതന്നെ, ഉസ്താദ് ഇവിടെ ബോർഡും എഴുതന്നെ, വാക്കുകളൊക്കെ എഴുതി എടുത്താൽ ഒരു പക്ഷേ നമുക്ക് നാളെ പരലോകത്ത് അതൊരു ഷാഹിദായിട്ട് തെളിവായിട്ട് വരും, ഒരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞാണ്, ഖുർആൻ എന്താണ്? സാക്ഷിയാണ്. അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ എന്താണ്? സാക്ഷിയാണ്. അതുപോലെ ഞങ്ങൾ ഇത് ക്ലാസ് കഴിഞ്ഞാൽ ഒരു 3 ചോദ്യങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, അതൊരു ഗൂഗിൾ ഷീറ്റിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അത് TV-യിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും, ആരൊക്കെയാണ് ഉത്തരം എഴുതിയെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു സമ്മാനം നമ്മളവിടെ കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് ചോക്ലേറ്റോ അല്ലെങ്കിൽ പേന, എന്തെങ്കിലും എന്താണോ അവിടെ ഉള്ളത് കൊടുക്കുകയും ചെയ്യും. അതൊക്കെ എന്തിനാ അറിയോ? ഒരു വിശുദ്ധ ഖുർആനിലേക്ക് നമ്മളെ മനസ്സെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയല്ല. ആരും അറിയില്ല ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് ഒന്നും ആരും അറിയില്ല. നേരെ മൊബൈലിലേക്ക് പോകുള്ളൂ. സമ്മാനം കിട്ടുമ്പോൾ ഒരാൾക്ക്, കൂട്ടത്തിൽ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നു മാത്രം. എല്ലാവരും എന്തായി? പാർട്ടിസിപ്പേറ്റഡ് ആയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് പിന്നെ 1 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ഒരു പിന്നെ 10-30ഓളം ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ? 7 ക്ലാസ് അല്ലെങ്കിൽ 10 ക്ലാസ് കഴിഞ്ഞാൽ 30 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 30 ചോദ്യങ്ങൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺലൈനിൽ ഒരു പരീക്ഷ നടത്താം. ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ, 3 ഉത്തരങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. നമ്മളെ QHSS പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടോ QHSS പരീക്ഷ, ഖുർആൻ പരീക്ഷ? ആരും എഴുതിയില്ല, ഷർഫൊക്കെ എഴുതില്ല. അതിലങ്ങനെയാണ്, ഒരു ചോദ്യം അതിന്റെ 3 അല്ലെങ്കിൽ 4 ഉത്തരങ്ങൾ, ABCD ഉണ്ടോ ഉത്തരങ്ങൾ. ആ ശരി ഭാഗത്ത് നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി, ഒരു പ്രയാസമില്ല. അപ്പൊ അതിൻ്റെ ഒരു പരിശീലനം കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മളെ പരീക്ഷയ്ക്ക് ഇവിടെ ഒരു സെന്റർ ഉണ്ടാവണം അല്ലേ? നിങ്ങളെ മലപ്പുറം മണ്ഡലത്തിൽ, നിങ്ങളെന്ന് പറയാൻ കാരണം ഞങ്ങളിപ്പോ ചട്ടിപ്പറമ്പ് മണ്ഡലത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ മലപ്പുറം മണ്ഡലത്തിൽ ഒരു സെന്റർ ഇവിടെ ആകണം ഇൻഷാ അല്ലാഹ് പരീക്ഷന്റെ. അപ്പൊ ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കരവുമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ അള്ളാഹുവിന്റെ ഇൽമ്, കലാം, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും പഠിക്കാനും അതിനേക്കാൾ അപ്പുറം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ ഗാഫിറുൽ മുദ്നിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.